വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ ഡാഷ് നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വ്യാപാരം. ക്വസ്റ്റ്യൻ നമ്പർ 3. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഡാഷ് മുതൽ ഇവിടം വരെയും യൂദയായിലെങ്കും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലി. ക്വസ്റ്റ്യൻ നമ്പർ 4. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അത്യുന്നതൻ വിതറുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഞ്ഞ്. ക്വസ്റ്റ്യൻ നമ്പർ 5. എഫേസോസ് 3-ാം അധ്യായം 7-ാം വാക്യം പ്രകാരം ദൈവത്തിന്റെ കൃപാവരത്താൽ താൻ ഈ സുവിശേഷത്തിന്റെ ആരായി എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശുശ്രൂഷകനായി. ക്വസ്റ്റ്യൻ നമ്പർ 6. ഏത് പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ചു സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീയർ. ക്വസ്റ്റ്യൻ നമ്പർ 7. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ഡാഷ് ചെയ്തിട്ട് വയലിൽ നിന്ന് വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആട് മേയിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇസ്രായേലിന്റെ ഡാഷ് ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവമായ കർത്താവേ. ക്വസ്റ്റ്യൻ നമ്പർ 9. ശിമയോൻ വിശുദ്ധ കൂടാരത്തിന്റെ എവിടമാണ് മഹത്വപൂർണമാക്കി എന്ന് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അങ്കണം. ക്വസ്റ്റ്യൻ നമ്പർ 10. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ഡാഷ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 11. സാംസണിന്റെ അഭ്യാസം കാണാൻ കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3000. ക്വസ്റ്റ്യൻ നമ്പർ 12. കർത്താവ് ദാവീദിന് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും എന്തുവഴിയാണ് നൽകിയത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉടമ്പടി വഴി. ക്വസ്റ്റ്യൻ നമ്പർ 13. നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം. ആര് ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭൃത്യൻ യജമാനനോട്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, ഡാഷ് നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടമ. ക്വസ്റ്റ്യൻ നമ്പർ 15. മനുഷ്യപുത്രൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ലൂക്ക 24 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 16. നിങ്ങളുടെ എവിടെ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അധരങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വവും. ക്വസ്റ്റ്യൻ നമ്പർ 18. അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 19. സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 20. എന്ത് മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഡ്ഢിത്തം. ക്വസ്റ്റ്യൻ നമ്പർ 21. നാം ചെയ്യാൻ വേണ്ടി ആര് മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 22. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 23. എന്തിന്റെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 24. ആര് പാതിര വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ എന്ത് കഴിച്ചു സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബലി. ക്വസ്റ്റ്യൻ നമ്പർ 26. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ എന്ത് വ്യാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അന്ധകാരം. ക്വസ്റ്റ്യൻ നമ്പർ 27. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ഡാഷ് പ്രധാനനും ധനികനുമായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചുങ്കക്കാരിൽ.
ക്വസ്റ്റ്യൻ നമ്പർ 28. മനോവയുടെ ഡാഷ് ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാർത്ഥന. ക്വസ്റ്റ്യൻ നമ്പർ 29. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ ഡാഷ് അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അമ്മായിയപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. സാംസൺ ഡാഷ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 31. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ എവിടേക്ക് മടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജെറുസലേമിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 32. അവളെക്കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. ആരെക്കുറിച്ച്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മകളെ. ക്വസ്റ്റ്യൻ നമ്പർ 33. എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും എന്ത് ചെയ്യും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 34. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 35. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ എന്ത് പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആരെ നിങ്ങൾ ധരിക്കുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പുതിയ മനുഷ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 37. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് ആരില്ലായിരുന്നു? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 38. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സുഖം പ്രാപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 39. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരിക്കുന്നത് ഏത് സ്ഥലത്തെ ജനങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ലായിഷിലെ. ക്വസ്റ്റ്യൻ നമ്പർ 40. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എവിടെ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 41. ബെത്ലഹേമിൽ നിന്ന് ഒരു ലേവ്യൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് മിക്കായുടെ ഭവനത്തിലെത്തി. മിക്ക ആ യുവാവിനോട് എന്ത് ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീ എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 42.
ലേവി ഗോത്രജ്ഞൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അഹറോൻ. ക്വസ്റ്റ്യൻ നമ്പർ 43. കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് ദാവീദ് തകർത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗോലിയാത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 44. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം എന്ത് സംഭവിക്കും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നശിച്ചു പോകും. ക്വസ്റ്റ്യൻ നമ്പർ 45. അവൻ കടന്നു പോകുമ്പോൾ അവർ എവിടെ തങ്ങളുടെ വസ്ത്രങ്ങൾ വീശു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 46. ദൈവത്തിന്റെ ആലയം ശീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ അവിടെ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രതിഷ്ഠിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 47. യെഫുന്നെയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാലെബ്. ക്വസ്റ്റ്യൻ നമ്പർ 48. അവൻ യേശുവിന്റെ എവിടെ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാൽക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 49. യേശു എവിടെ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറീക്കോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 50. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ല ഡാഷ് വരുന്നത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവരാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 51. അപ്പോൾ ജഫ്ത തൻ്റെ ഡാഷ് നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സഹോദരന്മാരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. നോഹ എവിടെ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടകത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. ജോഷുവ അത്യുന്നതനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്തയച്ചാണ് അവൻ ഉത്തരം മരളിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശക്തമായ കന്മഴ. ക്വസ്റ്റ്യൻ നമ്പർ 54. ദൈവത്തെ ഭയപ്പെടുകയോ ആരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 55. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഡാഷ് വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 56. തൻ്റെ മുമ്പാകെ എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാനൊരു ഡാഷ് യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ.
ക്വസ്റ്റ്യൻ നമ്പർ 58. രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തുപോയി എവിടെയാണ് വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒലിവ് മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന്റെ ആശീർവൃതക്കാരനായിരിക്കും. അവൻ ഫിലിസ്തീനരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ആരെ പറ്റിയാണ് കർത്താവിന്റെ ദൂതൻ ഇത് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 60. തലപ്പാവിലെ കിരീടത്തിൽ ഒരു മുദ്രയിൽ എന്ന പോലെ എന്താണ് കൊത്തിയിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധി. ക്വസ്റ്റ്യൻ നമ്പർ 61. കർത്താവിന്റെ എന്ത് വചനം വഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിയുക, നിന്റെ ഹൃദയം ഡാഷ് ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സന്തുഷ്ടമാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 63. ഏത് പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ചു സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 64. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് ഡാഷ് ചെയ്തുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പണിയുകയും. ക്വസ്റ്റ്യൻ നമ്പർ 65. എന്ത് വെളിപ്പെടുത്തുന്നതിൽ ലജ്ജിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 66. എപ്പോഴാണ് യേശു പട്ടണത്തിന് പുറത്തു പോയി ഒലിവ് മലയിൽ വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാത്രിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. ദേവാലയം പുതുക്കി പണിത പ്രധാന പുരോഹിതൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിമയോൻ. ക്വസ്റ്റ്യൻ നമ്പർ 68. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട ഡാഷ് വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അപ്പവും. ക്വസ്റ്റ്യൻ നമ്പർ 69. മൊവാബിന്റെ അതിർത്തി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അർണോൻ. ക്വസ്റ്റ്യൻ നമ്പർ 70. ഫിനേഹാസിന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എലയാസർ. ക്വസ്റ്റ്യൻ നമ്പർ 71. ഡാഷ് ദൈവമായ കർത്താവെ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേലിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 72. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുതങ്ങളെയും പറ്റി ഉച്ചത്തിൽ ആരെ സ്തുതിക്കാൻ തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 73. കർത്താവിന് മുൻപിൽ സമ്മേളിക്കാത്ത ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗോത്രം. ക്വസ്റ്റ്യൻ നമ്പർ 74. അക്കാലത്താണ് ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്?
ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അമോന്യർ. ക്വസ്റ്റ്യൻ നമ്പർ 75. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 76. സാംസണിന്റെ ശരീരം കൊണ്ടുപോകാൻ വന്നവർ ആരെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സഹോദരന്മാരും കുടുംബക്കാരും. ക്വസ്റ്റ്യൻ നമ്പർ 77. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും ഡാഷ് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10. ക്വസ്റ്റ്യൻ നമ്പർ 78. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറിവിളി കൂട്ടുകയും ചെയ്തിരുന്ന ഡാഷ് സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ത്രീകളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 79. ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 80. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് ഡാഷിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ലൂക്ക 24 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മഹത്വത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 81. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡാഷ് വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമയം. ക്വസ്റ്റ്യൻ നമ്പർ 82. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് ജീവിക്കും. പ്രഭാഷകൻ 48-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അനുഗ്രഹീതർ. ക്വസ്റ്റ്യൻ നമ്പർ 83. ഡാഷ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 84. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് ഡാഷ് മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരി ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എഫ്രായിം. ക്വസ്റ്റ്യൻ നമ്പർ 85. ഒലിവ് മലയ്ക്കരികെയുള്ള ബേത്ഫഗെ, ഡാഷ് എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബദാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 86. അവൻ തിരിച്ചു വന്ന് ഡാഷ് പറഞ്ഞു, തിമ്നായിൽ ഞാനൊരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മാതാപിതാക്കന്മാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 87. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ എവിടെ ഉണ്ടായിരുന്നു എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. ഫിലിസ്ത്യരുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേൽ ന്യായാധിപനായിരുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 89. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ എന്ത് ചെയ്യാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അധിവസിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 90. എന്തില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവഭയമില്ലാത്ത. ക്വസ്റ്റ്യൻ നമ്പർ 91. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ഡാഷ് പടിവാതിൽക്കൽ നിന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദാൻകാർ. ക്വസ്റ്റ്യൻ നമ്പർ 92. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ ഡാഷ് കാണിക്ക വസ്തുക്കളായാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കല്ലുകളാലും. ക്വസ്റ്റ്യൻ നമ്പർ 93. കർത്താവ് ആരുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അഹറോന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 94. ദൈവം ആരുടെ മേലാണ് കൊടുങ്കാറ്റ് അയച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശത്രുക്കളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 95. അവൻ പറഞ്ഞു, ഒരു പ്രഭു ഡാഷ് സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാജപദവി. ക്വസ്റ്റ്യൻ നമ്പർ 96. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ എവിടെ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗിലെയാദിൽ. ക്വസ്റ്റ്യൻ നമ്പർ 97. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദാനിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 98. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ ആര് നിത്യനിന്ദയ്ക്ക് പാത്രമാകും. പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പിൻതലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 99. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3000. ക്വസ്റ്റ്യൻ നമ്പർ 100. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഇതാര് പറഞ്ഞതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ
എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.